ജോർജി, സർക്കാരിന്റെ നിലപാടുകളെയെല്ലാം വ്യക്തമാക്കുന്നതാണ് ഈ കഴിഞ്ഞ 4 മാസമായിട്ട്, അതായത് 2023 മെയ് മാസം 17-ാം തീയതി സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിന്റെ മേലെ ഗവൺമെന്റ് അടയിരിക്കുന്നത് എന്ന് പറയുന്നതിൽ നമുക്ക് യാതൊരു മനസ്സിന് യാതൊരു ചാഞ്ചല്യവുമില്ല. കാരണം അത് വളരെ കൃത്യമാണ്. ഗവൺമെന്റിന്റെ പോളിസി എന്താണ്? നാളുകളായി ക്രൈസ്തവ സമൂഹം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരുന്ന പല അനീതികൾക്കുമെതിരെ സ്വരമുയർത്തുന്നതോടൊപ്പം തന്നെ ദളിതരുടെയും പിന്നോക്കക്കാരുടെയും കാർഷിക മേഖലയിൽ അധ്വാനിച്ച് ജീവിക്കുന്നവരുടെയും തീരദേശ ജനതയുടെയും ഒക്കെ മേഖലകളിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ധാരാളം നിവേദനങ്ങൾ ഓരോ സഭാ വിഭാഗങ്ങളായിട്ടും ക്രൈസ്തവ സമൂഹം ഒന്നിച്ചായിട്ടും KCBC ഒക്കെ നേതൃത്വത്തിലും അതുപോലെ ഓരോ സഭാവിഭാഗങ്ങളുടെ നേതൃത്വമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. ഈ കൊടുത്തുകൊണ്ടിരുന്ന ഈ നിവേദനങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നതിന്റെ അടിസ്ഥാനത്തിലും ഇലക്ഷൻ സമയത്ത് ക്രൈസ്തവ സമൂഹത്തെ ഒന്ന് കൂടെ ചേർത്ത് നിർത്താൻ ഉള്ളൊരു ചിന്ത കൂടെ വന്നതുകൊണ്ടുമാണ് ചാടിക്കേറിയൊക്കെ ഈ ഒരു ഇലക്ഷന്റെ സമയത്തൊക്കെ നടത്തിയ ഒരു കളികളുടെ ഭാഗമായിട്ടാണ് കോശി കമ്മീഷനെ പെട്ടെന്ന് തന്നെ നിയമിക്കാനുണ്ടായ ഒരു കാരണം. അപ്പൊ ഇതിന് പുറകില് ക്രൈസ്തവ സമൂഹം നാളുകളായി ഉയർത്തിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും, അതോടൊപ്പം ഇവിടെ ഒരു സമൂഹം ഇത് ഇങ്ങനെയുള്ള അർഹമായ പല കാര്യങ്ങളും ലഭിക്കാതെ നീതി നിഷേധിക്കപ്പെട്ട് നിൽക്കുമ്പോൾ മറു സൈഡിൽ മറ്റു പല സമുദായങ്ങൾക്കും ഇതിനപ്പുറത്ത് അല്ലെങ്കിൽ ഇതിലും നല്ല ബെറ്റർ ആയിട്ട് ഉള്ള സാഹചര്യങ്ങൾ ഉള്ളവർക്ക് പോലും പല രീതിയിലുള്ള ക്ഷേമ പദ്ധതികളും പല രീതിയിലുള്ള അവരെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാർ താല്പര്യം കാണിക്കുന്നത് കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനെതിരെയുള്ള ഒരു വിവേചനത്തെ ജനം ഉയർത്തി കാണിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിൽ നിന്നൊക്കെയുള്ള ഒരു ശ്രദ്ധ മാറ്റുവാനും അതിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റിക്കൊണ്ട് താൽക്കാലികമായിട്ടെങ്കിലും ക്രൈസ്തവ സമൂഹത്തെ ഒന്ന് തൃപ്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമല്ലാതെ ഇതിന്റെ പുറകിൽ ഇവിടുത്തെ പീഡിത ക്രൈസ്തവ സമൂഹത്തിന്റെ അല്ലെങ്കിൽ എല്ലാ രീതിയിലും നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ ആവശ്യങ്ങളിൽ ഇടപെടണം എന്നുള്ള ഒരു ലക്ഷ്യം ഈ കോശി കമ്മീഷനെ നിയമിക്കുമ്പോൾ പോലും ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയകരമാണ്. കാരണം തുടർന്നുള്ള പ്രവർത്തനം നോക്കിയാൽ മതി. ഈ കോശി കമ്മീഷനെ 2020 നവംബർ 5-ന് നിയമിച്ചതിന് ശേഷം ഒരു വർഷം മിച്ചം വെറും ഒരു ക്ലർക്കിനെയും കൊണ്ട് മാത്രം ഒരു ഓഫീസ് പോയി, ഒരു സെക്രട്ടറിയും ഒരു ക്ലർക്കും മാത്രം ഇരുന്നുകൊണ്ട് ഒരു ഓഫീസ് പോയി. അവിടെ ലഭിച്ചുകൊണ്ടിരുന്ന പരാതികളൊന്ന് സോർട്ട് ചെയ്യാൻ പോലെയുള്ള സ്റ്റാഫില്ല. ഇത് ഈ വരുന്ന സാധനങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്ത് അടിച്ച് പ്രിന്റ് എടുത്ത് വെക്കാൻ പേപ്പർ ഇല്ലാത്തൊരവസ്ഥ. അത് ദയനീയമായ ഒരു അവസ്ഥയാണ്. ഇതൊക്കെ ഇതിനൊക്കെ എന്നാണ് ഗവൺമെന്റ് ഫണ്ട് കൊടുത്തതെന്നും എന്ന് തൊട്ടാണ് അവർക്ക് പ്രവർത്തിക്കാൻ യഥാർത്ഥത്തിൽ സാധിച്ചിരുന്നത് എന്നും ഒക്കെ കൃത്യമായിട്ട് ഗവൺമെന്റ് കയ്യിൽ രേഖകളുള്ളതാണല്ലോ. അപ്പം നമ്മൾ ഈ പറയുന്നതിനകത്ത് ഒരു കൂട്ടിച്ചേർക്കലും ഒരു കുറയ്ക്കലും ഇല്ലാതെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഗവൺമെന്റിന് ജനങ്ങളുടെ മുമ്പിൽ, പ്രത്യേകിച്ചും കേരളത്തിലെ ഈ 60 ലക്ഷത്തിലധികം വരുന്ന ക്രൈസ്തവ സമൂഹത്തിലെ വിശ്വാസ സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാത്രം തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയാണ്. നമ്മൾ പുറമേ നിന്ന് വാച്ച് ചെയ്യുമ്പോഴും ഇതിനുവേണ്ടി ശക്തമായി പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിലും ഇതെല്ലാം ഭംഗിയായിട്ട് ഈ കമ്മീഷൻ നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രതീക്ഷ ഇതാണ്: ഇതൊന്നും സംഭവിക്കത്തില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളൊക്കെ നിയമിച്ച കമ്മീഷനുകളുടെ പലതിന്റെയും അവസ്ഥ പോലെ തന്നെ ഇതും പെട്ടിക്കാത്തിരിക്കാനാണ് സാധ്യത കാണുന്നത്. ജോർജി.